ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ ആദ്യത്തെ വ്ളോഗാകുമ്പോൾ കുറച്ച് അടിപൊളി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആദ്യത്തെ വ്ളോഗ് തന്നെ നയഗ്ര വാട്ടർഫോൾസിലേക്ക് പോകുന്നതാണ്. ഞാനിവിടെ കാനഡ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ട്രിപ്പാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കാനഡയ്ക്ക് എത്തിയതല്ലേ, വെറുതെ ഇരിക്കുമല്ലേ, വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണിത്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണതൊന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായതുകൊണ്ട്. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏഴൂട്ടം നല്ല ഉറക്കമായിരുന്നു, ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ കാർ സീറ്റ് വെച്ചിട്ട് ഇരുത്തണം എന്നാണ്, അല്ലെങ്കിൽ ഇവിടെ ഫൈൻ അടയ്ക്കണം അത്രേ. അപ്പോൾ ഇങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് സൈഡോട്ട് ഇങ്ങനെ ഇരിപ്പാണ്. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു 40 മിനിറ്റ്സേ ഉള്ളൂ ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് നയാഗ്ര ഫോൾസിലേക്ക്. അതിലൊരു പകുതി ഓൾമോസ്റ്റ് ഇപ്പോൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ പോയാൽ മതി, ഏകദേശം ഒരു 25 മിനിറ്റ്സ് ഒക്കെ പോയാൽ മതി. കണ്ടോ, ഒരു 25 മിനിറ്റ്സ് ഒക്കെ പോയാൽ മതി ഫോൾസിലേക്ക്, ഒരു 38 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചേട്ടൻ ഫ്രണ്ട് സീറ്റിലിരുന്ന് ഡ്രൈവിംഗ് ആണ്, ഞാൻ ബാക്ക് സീറ്റിലാട്ടോ ഇരുന്നത്. സൈഡുട്ടൻ കാർ സീറ്റിൽ ബാക്കിലാണല്ലോ ഇരിക്കണം. അപ്പോൾ അവനൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് കരുതി അവൻ സെറ്റാവണ വരെ ഞാൻ ബാക്കിലിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തല ഇടയ്ക്കിടയ്ക്ക് ചെരിച്ച് കാണിക്കണത് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് പട്ടിഷോ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബഹ്റിൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിൽ വരുന്നത്. അപ്പോൾ എനിക്ക് കാനഡേനെ പറ്റി ഭയങ്കര നെഗറ്റീവ് സംഭവങ്ങളാണ് ചായം പറഞ്ഞു തന്നത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ കാനഡ. ഷോക്കാണ്, രസമില്ല, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ വലിയ എക്സ്പെക്റ്റേഷൻസിലൊന്നും അല്ല വന്നത്. ഞാൻ എക്സൈറ്റഡും ആയിരുന്നില്ല വന്ന സമയത്ത്. എനിക്ക് നാട് വിട്ട് എങ്ങോട്ടും പോകണ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മുടെ നാടിനെയും കാട്ടിലും കാണാനെല്ലാം ഭയങ്കര രസമാണ് കാനഡ. ഭയങ്കര ഭംഗിയാണ് കാണാൻ, ഭയങ്കര രസമാണ്. പിന്നെ സ്കൈ ഒക്കെ കണ്ടോ, ഭയങ്കര ഇങ്ങനെ താഴ്ന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര പച്ചപ്പും പൂക്കളും, എനിക്ക് പൂക്കളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രകൃതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയാണ് കാനഡ. അപ്പോൾ നമ്മൾ ഏകദേശം നയാഗ്ര ഉള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാണ്ട് വന്ന കാരണം തന്നെ കാനഡ കാണാൻ അടിപൊളിയാണ്. ജീവിക്കാനൊക്കെ എക്സ്പെൻസസ് ആണ്, കാര്യങ്ങളാണ്, എല്ലാം ആണ്. പക്ഷെ കാണാൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാണ്ട് വന്നുകൊണ്ടായിരിക്കാം എനിക്ക് ഏതായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. നാടിനെക്കാട്ടിലും ഭംഗിയാണ്. പക്ഷെ നമ്മുടെ നാടിൻ്റെ ഒരു ഫീല് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. അത് പറയുക വേണം. ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൻ്റെ ആ ഒരു മണ്ണിൻ്റെ മണവും ആ ഒരു മഴയുടെ സ്മെല്ലും ആ ഒരു ഫീല് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. പക്ഷെ കാനഡ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ദൂരത്തിൽ നിന്ന് കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ നയാഗ്ര ഫോൾസ്. ഞങ്ങൾ ആക്ച്വലി പാർക്കിംഗ് അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സ്ഥലത്ത് ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ പാർക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേന് മണിക്കൂറിന് 2200 രൂപ അടുത്ത്, നമ്മുടെ നാട്ടിലെ $35 വരുന്നുണ്ട്. ഇതിലും കുറവുണ്ടോ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ പോയി ഇങ്ങനെ ഇതിൻ്റെ അപ്പുറത്തെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഏകദേശം എത്തണുണ്ട്. ഇത് കണ്ടോ, ഭയങ്കര തിരക്കാണ്. ഇത് ആക്ച്വലി തിരക്ക് കുറവാന്ന് കേട്ടോ ഇച്ചായം പറയണേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തിരക്കാണ്, ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് തിരക്ക് കുറവാന്ന് പറയണു. അപ്പോൾ ആക്ച്വലി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേന് നല്ല കുറഞ്ഞ റേറ്റിന് പാർക്കിംഗ് കണ്ടപ്പോൾ ഞങ്ങളവിടെ നിർത്തി. ഇങ്ങനെ സൈഡോട്ടിന് വണ്ടിയിൽ നിന്ന് ഇറക്കി സ്ട്രോളറിൽ ഇങ്ങനെ ഇരുത്തുവാണ്. ഇപ്പോൾ സൈഡോട്ടിൻ്റെ കാര്യങ്ങൾ മൊത്തം ഡീൽ ചെയ്യണ ഇച്ചായനാട്ടോ. ഞാൻ ആ ജോബ് ഇച്ചായന് കൊടുത്തേക്കുവാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു, ഇപ്പോൾ ഫുൾ ഇച്ചായനെ ഏൽപ്പിച്ചേക്കുവാണ്. അപ്പോൾ സൈഡോട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സ്ട്രോളറിലെല്ലാം ഇരുത്തി നമ്മൾ ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ഞങ്ങൾ എല്ലാം സെറ്റാക്കി അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. സൈഡോട്ടിനെ ഇങ്ങനെ പുതച്ചൊക്കെ കൊടുക്കുവാണ്. ഇവിടെ സമ്മറാണ്, പക്ഷെ എന്നാലും നല്ല കാറ്റുണ്ട്. എനിക്കൊക്കെ നല്ല തണുപ്പാട്ടോ ഇവിടെ. ഇവർ പറയണു സമ്മറാണ്. അപ്പോൾ ഇതാണ്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല പച്ചപ്പുല്ലൊക്കെ വിരിച്ച നല്ല വേണ്ട. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നടന്നു പോയപ്പോഴത്തേന് ഈ മനുഷ്യൻ എന്താ കണ്ടോ, പെപ്സിയുടെ കുപ്പി വണ്ടിയുടെ മുകളിൽ മറന്നു വെച്ചു എന്ന് പറഞ്ഞ് തിരിച്ച് പോയേക്കുവാണ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പെപ്സിയുടെ കുപ്പിയൊക്കെ എടുത്തിട്ട് തിരിച്ചിങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ സ്റ്റൈലിൽ സ്ലോ മോഷൻ ഇടുമെന്നൊക്കെ വിചാരിച്ച് സ്റ്റൈലിൽ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് വന്നുണ്ട്. അങ്ങനെ സൈഡൂട്ടിനെയും തള്ളിക്കൊണ്ട് നമ്മുടെ നായകൻ ഇത് പച്ച പുല്ല് വിരിച്ച പരവതാനി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് സൈഡൂട്ടൻ സ്ട്രോളറിൽ ഇരിക്കില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ സ്ട്രോളർ തിരിച്ചു കൊണ്ടുപോയി വെക്കാം, അല്ലാതെ വെറുതെ ഏറ്റി നടക്കണ്ടേ. തിരിച്ചു കൊണ്ടുപോയി വെച്ചതേ നല്ല ഭംഗിയുള്ള ലാവൻഡർ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ട് ഇവിടെ.
അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ എൻ്റെ മാസ്മരികമായ ഷൂട്ട് ചെയ്തു. ആൻഡ് അവസാനം യെസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് പക്ഷേ അതിൻ്റെ ഒരു സൈഡാട്ടോ, ഞാൻ പറഞ്ഞില്ലേ പാർക്കിംഗ് തപ്പി തപ്പി നമ്മൾ വേറൊരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതതിൻ്റെ ഒരു സൈഡ് മാത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ കണ്ടിങ്ങനെ വീഡിയോ എടുത്ത് ഇരിക്കുവാണ്. സൈഡോട്ടനാണെങ്കിലും ഇതൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വാ ഇതെന്നാത്ത സാധനം എന്നുള്ള രീതിക്ക് ഇതിൻ്റെ അപ്പുറത്തെ മെയിൻ സൈഡിലോട്ട് ഇങ്ങനെ പോയി നോക്കാം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്. പാർക്കിംഗ് തപ്പി ഒരുപാട് ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ കുറേ താറാവ് കുട്ടങ്ങളെയൊക്കെ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാ ഇഷ്ടംപോലെ താറാവുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പരന്ന് നടക്കുന്നുണ്ട് ഇതിൽ കൂടെ. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സൈഡിൽ ഞാൻ ഈ ഡെയ്സി ഫ്ലവേഴ്സ് കണ്ടിട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുന്നേ? ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഞാൻ ഈ ഫോട്ടോയിലോ അതിലോ അതൊക്കെ കണ്ടിട്ടില്ല, നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ അടിപൊളിയാട്ടോ. പൂക്കളും നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ കാനഡ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. അപ്പോഴാണ് ഞാൻ കണ്ടത് ദേ റെയിൻബോ ഇരിക്കണു. ഞാനങ്ങനെ എൻ്റെ റിയൽ ലൈഫിൽ റെയിൻബോ കണ്ടൊരു ഓർമ്മയെ എനിക്കില്ല. അപ്പോൾ റെയിൻബോ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയപ്പോഴത്തേന് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ കൂടി വരിക. ഇതുണ്ടോ നല്ല മഴക്കാറും ഉണ്ട്. ആ വെള്ളത്തിൻ്റെ ഒരു ഇതിങ്ങനെ അടിക്കണമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ റെയിൻബോ ഇങ്ങനെ കാണുമ്പോഴത്തേന് നൈസാ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ എത്രത്തോളം പതിഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയാണ് കാണാനായിട്ട്. 2 റെയിൻബോ ഉണ്ട് കേട്ടോ. ഇതും അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ റെയിൻബോ ഉണ്ട്. പക്ഷേ അത് അത്ര വിസിബിൾ അല്ല. 2 റെയിൻബോ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. ഏകദേശം നമ്മൾ ഇതിൻ്റെ മെയിൻ ഭാഗത്ത് എത്തി. ആൻഡ് കൈസിയ ഇതാണ് ഇതിൻ്റെ മെയിൻ ഭാഗം. ഈ ഫോൾസിൻ്റെ മെയിൻ ഭാഗത്തേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ പരന്ന് കിടക്കുക കേട്ടോ. ലോകത്തിലെ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള വാട്ടർഫോൾസ് ആണല്ലോ, അപ്പോൾ പരന്ന് കിടക്കണമല്ലോ അല്ലേ. എനിക്ക് ആദ്യമായിട്ട് കാണുന്ന എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കേട്ടോ ഞാനിങ്ങനെ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയണേ. അപ്പോൾ ഇതാണ്ടോ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇങ്ങനെ നല്ല ഒഴുക്കുണ്ട്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഇവിടെ നിൽക്കാൻ പറ്റുമോ ചോദിച്ചാൽ. ഞാൻ പറഞ്ഞു നല്ല ഒഴുക്കുണ്ടായതുകൊണ്ട് കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല, പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി സെൽഫി വീഡിയോ ആവാം എന്ന് വിചാരിച്ചു ഇവിടെ വന്നിട്ട്. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ 2 കൺട്രീസിൽ ദിലീപേട്ടനും കണ്ടോ അത് ഈ സ്ഥലമാണിത്. ഇത് ഞാൻ ഷൂട്ട് ചെയ്തത്, മറ്റേത് അവർ ഷൂട്ട് ചെയ്തത്. സിനിമ ഷൂട്ട് ചെയ്തതും ഇതും മാറിപ്പോകണ്ട. 2 മാസ്മരികതയുള്ള ക്യാമറ വർക്കായത് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തതാണ്. ഈ ഓപ്പോസിറ്റ് കാണുന്ന പച്ചപ്പുല്ല് വിരിച്ച അവിടെ കുറേ ആൾക്കാർ നിൽക്കണില്ലേ, അത് US ആട്ടോ ആക്ച്വലി. ഇതിൻ്റെ ഒരു സൈഡിൽ US ആണ്. അപ്പോൾ ഇത് കണ്ടോ ഈ വെള്ളം ഇങ്ങനെ താഴത്തേക്ക് ഒഴുകണേൻ്റെ ഈ വെള്ളം ഇങ്ങനെ നന്നായിട്ട് തെറിക്കണുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തെറിക്കുമ്പോഴത്തേന് സൈഡോട്ടിനിടയ്ക്ക് ഇങ്ങനെ നക്കി നോക്കണമൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ താഴെ കണ്ടോ. ഈ ബോട്ടിൽ ശരിക്കും നമ്മളെ ഫോൾസിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയി കാണിക്കും കേട്ടോ. അപ്പോൾ ആക്ച്വലി ബോട്ടിൽ കയറാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴത്തേന് ഇച്ചിരി ലേറ്റായി. ഇപ്പോൾ തന്നെ സമയം 8 മണി എന്തോ ആയായിരുന്നു ഓൾറെഡി, വൈകിട്ട് 8 മണി. അപ്പോഴത്തേന് ബോട്ടിൽ കയറാനുള്ള എന്തോ ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു. പോയി നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ ഭാഗ്യത്തിന് കയറാൻ പറ്റില്ല. എനിക്ക് നല്ല പേടിയാണ്, പക്ഷെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഹൈറ്റ് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ബോട്ടിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഫോൾസിൻ്റെ ബാക്കിൽ നിൽക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം, അന്ന് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ ഓക്കെ, ബോട്ടിൽ പോകാൻ പറ്റില്ല എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി നോക്കിക്കൊണ്ട് നല്ല കാശാണ് ഉള്ളിൽ കയറാനായിട്ട്. എന്തായാലും ഒരു ദിവസത്തെ ട്രിപ്പല്ലേ എന്ന് എഴുതി കാശും കൊടുത്ത് 90 രൂപയുടെ റെയിൻ കോട്ട് തന്നിട്ടുണ്ട് അവർ. അതും ഇട്ടുകൊണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതല്ല കേട്ടോ, അവർ തന്നാണ്. അതും ഇട്ടുകൊണ്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് എന്താണ് സംഭവം, ഇങ്ങനെ ഫോൾസിൻ്റെ ബാക്കിൽ നിന്ന് കാണാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ നടന്ന് പണ്ടാറ് തീരണമില്ല. അപ്പോൾ എന്തായാലും ഈ ഗുഹയ്ക്കകത്തൂടെ ഇങ്ങനെ ഞാനും സൈഡപ്പൻ്റെ വെച്ചാനും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാവ് ഗൈസ്, ഇതാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയപ്പോൾ കണ്ട കാഴ്ച. പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് സീരിയസ്ലി വാവ്, നമ്മൾ അവിടെ നിന്ന് കണ്ടതിനേക്കാളും, അതായത് ആദ്യം കണ്ടതിനേക്കാളും സൂപ്പറാണ്. സൈഡോട്ടിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്. ശേഷം സൺസെറ്റൊക്കെ ആവാറാവണു. സൺസെറ്റ് ആവാറായി എന്ന് പറഞ്ഞാൽ സമയം 8:30 ആയി കേട്ടോ. സമയം 8:30 ആയി, 8:45. അപ്പോൾ ഇതിൻ്റെ താഴെ ഇറങ്ങിയാൽ ഒന്നും കൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ
നമുക്ക് അടുത്തതായിട്ട് താഴെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൈഡപ്പന് ഈ വെള്ളമൊക്കെ അടിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. അപ്പോൾ എന്തായാലും താഴത്തേക്ക് ഇറങ്ങി നോക്കാം. ആൻഡ് ഇതാണ് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച. ഒന്നും കൂടെ അടുത്തായിട്ട് നമുക്ക് എല്ലാം ഇത് കണ്ടോ, ഫോൾസ് നമ്മുടെ തൊട്ടടുത്ത് കൂടെയാണ്. എന്താ പറയുക, ഇങ്ങനെ വെള്ളച്ചാട്ടം തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റും. അപ്പം ഞാനതിങ്ങനെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇത് എന്ത് അടിപൊളിയാണ്. ഞാൻ നാട്ടിൽ ആതിരപ്പള്ളി പോലും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തൊരു അടിപൊളിയാന്ന് കരുതി ഇങ്ങനെ ഞാനും സൈഡോട്ടിനും ഇങ്ങനെ വാ തുറന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മദാമ്മ വന്നിട്ട് ഫോട്ടോ എടുത്ത് തരണോ എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര മര്യാദ കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല. ഫോട്ടോയൊക്കെ എടുത്ത് തന്നു. പിന്നെ ഞങ്ങളൊരു സെൽഫി വീഡിയോ എടുത്തു ഞങ്ങൾ ഫാമിലിയായിട്ട്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പ്രത്യേകിച്ച് ഞാനും സൈഡോട്ടനും. ഇച്ചായന് ഇത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ സൈഡിൽ കൂടെ പോകുമ്പോൾ തോട് കാണുന്ന പോലെ ഇരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പോൾ ഞാനും സൈഡോട്ടും ഞങ്ങൾക്ക് അവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഞങ്ങൾ കുറേ നേരം അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. പ്രത്യേകിച്ച് സൈഡോട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതേ അവന് പുറത്തിറങ്ങണ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതും കൂടെ ആയപ്പോഴത്തേന് അവൻ ഭയങ്കര എക്സൈറ്റഡ് ഞങ്ങൾ പോകുന്നു. ഇപ്പം ഞങ്ങൾ നടന്ന് വന്നപ്പോഴത്തേന് ഇത് ഫോൾസിൻ്റെ ബാക്കാട്ടോ. അതായത് നമ്മൾ നിൽക്കുന്നത് ഈ ഫോൾസിൻ്റെ കറക്റ്റ് ബാക്കിലാണ്. ഇത് ഫോൾസിൻ്റെ ബാക്കിലാണ്. കുറേ ചില്ലറ പൈസയൊക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇച്ചായൻ പറയുകയുണ്ടായി, ഇത് വാരി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് വന്നതിൻ്റെ എക്സ്പെൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ വാരി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഫോൾസ് ഇല്ല, ഇങ്ങനെ ഒഴുകുന്നതിൻ്റെ തൊട്ട് ബാക്കിലാട്ടോ ഈ നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒഴുകുന്നതിൻ്റെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് ഗുഹയ്ക്കുള്ളിലൂടെ തന്നെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആകെ നനഞ്ഞു. തൊട്ടടുത്തായതുകൊണ്ട് വെള്ളം അടിച്ചിട്ടേ. അപ്പോൾ അത് ആ പുറത്തിറങ്ങിയപ്പോഴത്തേന് വെള്ളം അടിച്ചിട്ടല്ല കേട്ടോ, വാട്ടർഫോളിൻ്റെ വെള്ളം മേത്തോട്ടടിച്ചിട്ട്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേന് അത് അവർ ലൈറ്റൊക്കെ ഇടും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ പല കളറ് ലൈറ്റ് ഇങ്ങനെ മാറ്റി ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ മൊത്തത്തിൽ രാത്രി ആകുമ്പോഴത്തേന്, രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സമയം 9 മണി 9:30 എങ്ങാണ്ട് ആയുള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ പയ്യെ ഇരുട്ടായി തുടങ്ങണേ ഉള്ളൂ. അപ്പോഴും മൊത്തത്തിൽ രാത്രി ആയിട്ടില്ല. അപ്പോൾ ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ടപ്പോഴത്തേന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മൊത്തത്തിൽ എല്ലായിടത്തും ലൈറ്റ് ഇട്ടു. ഓപ്പോസിറ്റ് US നല്ല ലൈറ്റ്, ഭയങ്കര ഭംഗിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് രാത്രി കാണാൻ. ഇവിടെ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒരുപോലെ അടിപൊളിയാട്ടോ കാണാനായിട്ട്. നിങ്ങളെന്തായാലും നിങ്ങൾക്ക് ഭാവിയിൽ കാശൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ എന്തായാലും ഒരു വട്ടം വന്ന് വിസിറ്റ് ചെയ്യണം. ഞാൻ പിന്നെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തതാണ്. അല്ലാണ്ട് എനിക്കൊന്നും ഒരിക്കലും ഇവിടെ വരാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയാണ് നയാഗ്ര. ലൈക്ക് എന്താ പറയുക, ഞാൻ ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സീരിയസ്ലി വാ തുറന്ന് നിന്നുപോയ നിമിഷങ്ങളാണ് എല്ലാം. അത്രയ്ക്ക് അടിപൊളിയാണ് കാണാനായിട്ട്. നല്ല മഴക്കാറുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്യാണ്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം കാണാൻ പറ്റി. രക്ഷപ്പെട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുമ്പോൾ അതേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതും കൂടെ ഒന്ന് വീഡിയോ എടുത്തോ, എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇങ്ങനെ ചുമ്മാ എടുത്തു വെച്ചു. നല്ല തിരക്കാണ്. ഞങ്ങളിങ്ങനെ തിരിച്ച് പോകാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. സൈഡോട്ടിന് തണുത്ത് വിറച്ചിരിക്കുവാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നതിന് 10-15,000 രൂപ പൊട്ടിയിട്ടുണ്ട്. നല്ല എക്സ്പെൻസാണ് ഗൈസ് ഇവിടെ ജീവിക്കാൻ. പക്ഷെ ഒരു ദിവസത്തെ പണിക്കാശല്ലേ എന്നും പറഞ്ഞ് സമാധാനിച്ച് പാവം ഇച്ചാൻ പോണുണ്ട്. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സി യു.